രാവിലെ തന്നെ പതാക ഉയർത്തൽ പരിപാടികളും എല്ലാം നടക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ കൊല്ലം സമ്മേളനത്തിൻ്റെ ചരിത്രപരമായ രാഷ്ട്രീയമായ ഒരു സാഹചര്യത്തെക്കുറിച്ച് രാവിലെ നമ്മൾ ഈ സമ്മേളന നഗറിൽ ഇപ്പോൾ ഉള്ളത് ടൗൺ ഹാളിൽ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ്. ഇവിടെയാണ് പ്രതിനിധി സമ്മേളനം. ഞങ്ങൾക്കൊപ്പം ഉള്ളത് കൊല്ലം CPM-ൻ്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ്. സഹോദരൻ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഈ സമ്മേളനം, കൊല്ലം സമ്മേളനം, അത് വിപുലമായ ഒരുക്കങ്ങളാണ്, ക്രമീകരണങ്ങളാണ്. എത്രയോ കാലമായിട്ടുള്ള ഒരു സംഘാടക സമിതിയുടെ വലിയ പ്രയത്നത്തിൻ്റെ ഒടുവിലാണ് നമ്മൾ ഈ ഉദ്ഘാടന ദിവസത്തിലേക്ക് എത്തി നിൽക്കുന്നത്. കൊല്ലം എത്രമാത്രം ഈ സമ്മേളനത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു? 6 മാസക്കാലമായി സമ്മേളനം കൊല്ലത്ത് നടത്താൻ തീരുമാനിച്ചതിന് ശേഷം പാർട്ടിയും ബഹുജനങ്ങളും വളരെ ആവേശത്തോടു കൂടിയാണ് സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്നിട്ടുള്ള സംസ്ഥാന സമ്മേളനങ്ങളെക്കാൾ മെച്ചപ്പെട്ട നിലയിൽ സമ്മേളനം പൂർത്തീകരിക്കുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് സ്വാഗതസംഘം തയ്യാറാക്കിയിട്ടുള്ളത്. താങ്കളുടെ അല്ലെങ്കിൽ ഇവിടുത്തെ പഴയ പാർട്ടിക്കാരുടെയൊക്കെ ഒരു ഓർമ്മയിൽ നിന്നുകൊണ്ട് 3 പതിറ്റാണ്ടിന് ശേഷമാണ് കൊല്ലത്തേക്കുള്ള സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഒരു വരവുള്ളത്. CPM രൂപീകരിച്ചതിന് ശേഷം 71-ലും 95 ഫെബ്രുവരി 25 തൊട്ട് 28 വരെ തീയതികളിലുമാണ് 2 തവണ സംസ്ഥാന സമ്മേളനം നടത്തിയത്. 30 കൊല്ലക്കാലത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചതുപോലെ എല്ലാ അർത്ഥത്തിലും എല്ലാ ബഹുജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി നിഷ്പക്ഷമായിട്ടുള്ള ആളുകളുടെ അടക്കം പിന്തുണ നേടിയെടുത്തുകൊണ്ടാണ് സമ്മേളനത്തിൻ്റെ കാര്യങ്ങളെല്ലാം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ വിജയകരമായി തന്നെ സംസ്ഥാന സമ്മേളനം പൂർത്തീകരിക്കപ്പെടും. 25,000 റെഡ് വോളണ്ടിയർമാരുടെ മാർച്ചും 2 ലക്ഷത്തിലധികം ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന റാലിയോടുകൂടി 9-ാം തീയതി ആശ്രാമം മൈതാനത്ത് സമ്മേളനം സമാപിക്കും. ഒരു കാര്യം കൂടി, ഇന്ന് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പ്രകാശ് കാരാട്ടാണ്. ഇന്ന് രാവിലെ ഇപ്പോൾ പ്രേക്ഷകരൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, രാവിലത്തെ കാര്യപരിപാടികളുടെ ഒരു തുടർച്ച അതെങ്ങനെയാണ്? ഒന്ന് പ്രേക്ഷകരോട് അതേക്കുറിച്ചൊന്ന് പറയാമോ? രാവിലെ 9:30 തന്നെ പതാക ഉയർത്തും. 10:30 പ്രതിനിധി സമ്മേളനം സഖാവ് പ്രകാശ് കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഇന്നലെ പ്രതിനിധികളുടെ രജിസ്ട്രേഷൻ എല്ലാം ഇന്നലെ തന്നെ പൂർത്തിയാക്കി. രജിസ്ട്രേഷൻ നടപടിക്രമങ്ങൾ ഇന്നലെ രാത്രി കൊണ്ട് തന്നെ പൂർത്തീകരിച്ചു. എല്ലാ പ്രതിനിധികളും പാർട്ടി നേതാക്കന്മാരും ഇന്നലെ തന്നെ സമ്മേളന നഗറിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. നന്ദി, താങ്ക് യു.